ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുജിക്കും സഹസാധകർക്കും എൻ്റെ ആത്മപ്രണാമം. ഇന്ന് നമ്മുടെ സത്സംഗ വിഷയം ഗുരുജിയുടെ രചനകൾ. ആദ്യമായിട്ട് ഗുരുജിയെ ഞാൻ കണ്ടുമുട്ടുന്നത് ഒരു കോവിഡ് കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആത്മീയമായിട്ടുള്ള പല സംശയങ്ങളും ഉണ്ടായിരുന്നു എന്നതുപോലും നമ്മൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഗുരുജിയോട് സംസാരിച്ചു തുടങ്ങി. ഗുരുജിയോട് പല തരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോഴും നമ്മൾ നിലനിൽക്കുന്ന ആ തലത്തിൽ നിന്നും നമ്മൾക്കൊരു വ്യതിയാനം ഉണ്ടാകുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മനസ്സിനെക്കുറിച്ചോ ബുദ്ധിയെക്കുറിച്ചോ അഹങ്കാരത്തെക്കുറിച്ചോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. കാരണം ഞാൻ പൂർണ്ണമായിട്ടും ആ മനസ്സ് എന്താണ് പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കും. പലപ്പോഴും നമ്മളതിൽ സ്വയം അഹങ്കരിക്കുകയും ചെയ്യും. എൻ്റെ മനസ്സെന്ത് പറയുന്നുവോ അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു, വളരെ സത്യസന്ധമായിട്ട് ഞാൻ ജീവിക്കുന്നു, ആ ഒരു അഹങ്കാരം. പക്ഷേ നമ്മളുടെ പല ശരി തെറ്റുകൾ ഒന്നും ശരിയല്ല എന്നുള്ളതും, അഹങ്കാരത്തിൽ കൂടിയാണ് നമ്മൾ പലതും കാണുന്നതെന്നും, മനസ്സ് എന്നൊരു പ്രതിഭാസം അത്ര ശരിയല്ല എന്നുള്ളതും, അതായത് എൻ്റെ മനസ്സ് പറയുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്നുള്ളത് തിരിച്ചറിയുന്നതും, മനസ്സിനപ്പുറത്തേക്ക് എനിക്ക് ഉണരാൻ കഴിയുമെന്നറിഞ്ഞതും ഗുരുജിയിൽ കൂടിയാണ്. അങ്ങനെ ഗുരുജിയെ കണ്ടുമുട്ടി. ഗുരുജി നമ്മൾ നിലനിൽക്കുന്ന ആ ഒരു ലിമിറ്റഡ് ബോധതലം, അതായത് പലപ്പോഴും നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുമെങ്കിലും നമ്മളുടെ ബോധം എന്ന് പറയുന്നത് നമ്മൾ നിലനിൽക്കുന്ന ബോധതലമാണ്. അതായത് ഞാൻ അറിഞ്ഞു വെച്ചിരിക്കുന്ന സംസ്കാരം, വാസനകൾ, എൻ്റെ ചിന്തകൾ, അതിൽ കൂടി മാത്രമായിരിക്കും ഞാൻ ചുറ്റുമുള്ളതിനെ കാണുന്നതും താരതമ്യം ചെയ്യുന്നതും വിലയിരുത്തുന്നതും നിർവചിക്കുന്നതും എല്ലാം. അപ്പോൾ എന്നിൽ കുറേ മാറാനുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ഗുരുജിയിൽ കൂടിയാണ്. അതായത് ആ തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് ആദ്യമേ തന്നെ അനുഭവിച്ചു തുടങ്ങി. നമ്മുടെ അഹം കുറയുന്നതിൻ്റെ, അല്ലെങ്കിൽ അഹത്തിനെ നമ്മൾ തിരിച്ചറിയുന്നതിൻ്റെ സന്തോഷം. അങ്ങനെയാണ് ഗുരുജിയുടെ രചനകളിലോട്ട് എത്തപ്പെട്ടത്. അപ്പോൾ ആദ്യം ഗുരുജിയെ കണ്ടുമുട്ടി, ഗുരുജിയുടെ നേരിട്ടുള്ള ഉപദേശങ്ങൾ, അതുവഴി ഗുരുജിയെ അറിഞ്ഞു. അങ്ങനെ ഗുരുജിയുടെ രചനകളുമായിട്ട് ഒരു സംവേദനം ഉണ്ടായി. അപ്പോൾ ആദ്യത്തെ ഗുരുജിയുടെ രചന എന്ന് പറയുന്നത് അവധൂത ചിന്തകൾ. അവധൂത ചിന്തകൾ എങ്ങനെ രചിക്കപ്പെട്ടു എന്നുള്ളതും, അതെങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം വ്യാപകമായിട്ട് പ്രചരിക്കപ്പെട്ടതെന്നുള്ളതും, പുസ്തക രൂപേണ അതെങ്ങനെ വന്നു എന്നുള്ളതും എല്ലാം പല സാധകരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിന്തകൾ, നമ്മൾ ജീവിക്കുന്നത് തന്നെ ചിന്തകളിലാണ്. പലപ്പോഴും നമ്മളുടെ ചിന്തകൾ എങ്ങനെ നടക്കുന്നുവോ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. ഇപ്പോഴും നമ്മൾ ഇത്രയും വർഷമായി ഗുരുജിയുടെ കൂടെ നടക്കുന്നുവെങ്കിലും പലപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളിൽ സംഭവിക്കുന്നത്. പക്ഷെ ഒരു അവധൂതന്റെ ചിന്തകൾ എന്തായിരിക്കും? ഗുരുജി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിന്തകൾ ഒരിക്കലും തന്നെ നമ്മളെ പ്രവൃത്തിയിലോട്ട് നയിക്കുകയില്ല. നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നതിൽ കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നാണ്. പക്ഷേ ആ ചിന്തയില്ലാതെ ഈ നിമിഷത്തിലാണ് യഥാർത്ഥ പ്രവർത്തനം നടക്കുന്നത്. ആ നിമിഷത്തിലുള്ള പ്രവർത്തനം അത് സ്ഥായിയുമായിരിക്കും, സത്യവുമായിരിക്കും. അതുതന്നെയാണ് നമ്മുടെ സത്യം. അങ്ങനെ വരുമ്പോൾ ഒരു അവധൂതന്റെ ചിന്ത എങ്ങനെയായിരിക്കും? അവധൂതന്റെ ചിന്ത എന്ന് പറയുമ്പോൾ ആ ബോധതലത്തിൽ നിൽക്കുന്ന അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ചിന്ത. അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി കടന്നു പോകാം, അതുവഴി നമ്മൾക്ക് അതിലോട്ട് പോകാം. വിശ്വാസത്തിൽ വസിക്കുന്നവനാണ് വിശ്വാസി. ഇപ്പോൾ ഗുരുജിയുടെ സീരിയസ് ആയിട്ടുള്ള നമ്മളിലേക്കുള്ള പഠനം എന്ന് പറയുന്നത് വൃത്തത്തിലെ ശൂന്യതയാണ്. അതിൽ നമ്മൾക്കറിയാം വിശ്വാസി എന്താണെന്നുള്ളത്. അപ്പോൾ വിശ്വാസം, നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മളുടെ ഒരു കൂട്ടം വിശ്വാസങ്ങളുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന വിശ്വാസമുള്ള ആളാണ്, അപ്പോൾ എൻ്റെ വിശ്വാസം തന്നെയാണ് അതിൻ്റെ സത്യം എന്ന അഹംഭാവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.
അപ്പോൾ അതിനകത്ത് വസിക്കുന്നവൻ എത്രയായിരിക്കും? അവൻ്റെ ലിമിറ്റഡ് ബോധത്തിലായിരിക്കും അവൻ വസിക്കുക. അവന് എത്ര ബോധതല വികാസം ഉണ്ടാകും? അപ്പോൾ വിശ്വാസത്തിന് അപ്പുറം നമ്മളിലൊരു പരിവർത്തനം വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നവനാണ് സാധകൻ. തന്നിൽ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. ആ തിരിച്ചറിയലാണ് ആദ്യത്തെ പടി. എന്നിലൊരു മനസ്സുണ്ട്, എന്നിൽ അഹങ്കാരമുണ്ട്, ഈ അഹങ്കാരവും മനസ്സും കൂടിയാണ് ഞാൻ വർത്തിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മൾ ഒരു ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ തയ്യാറാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു തലത്തിൽ നിന്ന് കുറച്ച് കുറച്ച് സത്കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് തൃപ്തരായിട്ട് നമ്മൾ എല്ലാവരെയും ഉപദേശിക്കുകയും ആ രീതിയിൽ നമ്മൾ ജീവിച്ചു പോവുകയും ചെയ്യും. ഒരു ഉദാഹരണവും കൂടി. എൻ്റെ സ്വപ്നലോകത്തേക്ക് ഇറങ്ങി വന്നവനാണ് ഗുരു. അതുകൊണ്ട് ഗുരുവിനോടൊപ്പം നടന്നു നീങ്ങണം. നമ്മളുടെ യഥാർത്ഥ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്വപ്നത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളുടെ ജീവിതത്തിൽ പകൽ സമയത്ത് നടക്കാത്ത ആഗ്രഹങ്ങളോ ചിന്തകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഹഭംഗങ്ങളോ ഒക്കെ ആയിരിക്കും പലപ്പോഴും നമ്മളുടെ സ്വപ്നത്തിൽ കൂടി ഉറങ്ങുമ്പോഴും വരുന്നത്. അതായത് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എല്ലാം നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ഗുരു നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെ നടന്നു നീങ്ങണം? ഗുരുവിൻ്റെ പാദങ്ങളെ പിന്തുടർന്ന് നടന്നു നീങ്ങണം. അതായത് ആ പാദങ്ങൾ എങ്ങോട്ടാണ് ചലിക്കുന്നത്? ആ പാദം അഖണ്ഡ ബോധത്തിലോട്ടാണ്. ആ അഖണ്ഡമായിട്ടുള്ള ആ ബോധം, ആ അവസ്ഥ, അതിലോട്ടായിരിക്കണം ഓരോ സാധകൻ്റെയും നടപ്പ്. അല്ലാതെ ഗുരു ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ യാന്ത്രികമായിട്ട് നമ്മൾ ചെയ്തത് കൊണ്ട് മാത്രം ഗുരുവിനോടൊപ്പം നടന്നു നീങ്ങാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവധൂത ചിന്തകൾ. ഒരു പുസ്തക രൂപേണ വന്നിട്ടുണ്ട്. അതിൽ ധാരാളം ചിന്തകൾ. ഈ ചിന്തകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോധതലം ഉണരുന്നത് നമ്മൾക്ക് ഒരു ആനന്ദം, അതായത് നമ്മൾ അറിയാത്ത ഒരു ആനന്ദം നമ്മളിൽ ഭവിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു കൃതാർത്ഥത അറിയാതെ ഉണ്ടാകും. അതുപോലെ തന്നെ ശൂന്യമായ വാക്കുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പല വാക്കുകൾക്കും അതിന് അർഹിക്കുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 20-25 വർഷം മുമ്പ് നമ്മളോട് ആരെങ്കിലും പറഞ്ഞൊരു വാക്കായാലും അത് നമ്മൾ ഇപ്പോഴും എത്ര ഡീപ്പായിട്ട് അതിനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ വാക്കും പറയുന്നത് ആ സമയത്തുള്ള മാനസികമായിട്ടുള്ള അവസ്ഥകളിൽ കൂടി മാത്രമായിരിക്കും. അപ്പോൾ വാക്ക് എന്ന് പറയുന്നതും ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥ മാത്രമാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ ആ വാക്കുകൾ ശൂന്യമാവുന്ന ഒരു ഗുരു എഴുതുമ്പോൾ ആ വാക്കുകൾ ശൂന്യമാവും എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മനസ്സില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ആനന്ദം, ആ ഒരു അവസ്ഥ ശൂന്യമായ വാക്കുകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകും. അതിന് 1-2 ഉദാഹരണങ്ങൾ എടുത്താൽ, ആത്മീയത എന്നാൽ നാം നമ്മളെ അറിയുവാൻ ശ്രമിക്കുന്ന വിദ്യ എന്നതല്ലേ? വിദ്യ നേടണമെങ്കിൽ വിനയം വേണം. വിനയം ഒരിക്കലും അഭിനയിക്കാനാകില്ല. വിനയം അഭിനയിച്ചാൽ വിദ്യയും നേടാനാവില്ല. കാരണം ആത്മീയതയ്ക്ക് വേണ്ടത് പവിത്രതയാണ്. മാലിന്യമുള്ളയിടത്ത് പവിത്രത ഒട്ടും തന്നെ ഉണ്ടാവില്ല. വിദ്യ പലപ്പോഴും നമ്മളെല്ലാവരും പുരാണ കഥകൾ വായിച്ചിട്ടുള്ളവരാണ്, അതുപോലെ തന്നെ ആത്മീയ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ളവരാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ പോലും വിദ്യ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ വിദ്യ നമ്മൾ ആർജിക്കുന്നു എന്നതല്ലാതെ ഇതിൽ നമ്മളിൽ പരിവർത്തനം ഉണ്ടാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തകളിലാണ് ആദ്യം പരിശുദ്ധി വേണ്ടത്. കാരണം പുറമേക്ക് നമ്മൾക്ക് പല രീതിയിൽ നമ്മൾക്ക് വർത്തിക്കാൻ പറ്റും വിദ്യകൾ കൊണ്ട്.
പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു വിദ്യ നമ്മളിൽ ഒരു പരിണാമം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലുള്ള മാലിന്യം പോകണം. അതായത് എൻ്റെ മനസ്സിൽ മാലിന്യമുണ്ട്, പല വിധത്തിലുള്ള ചിന്തകളുണ്ട്. ആ മാലിന്യം ഇല്ലാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പവിത്രതയുണ്ട്. അതായത് ചിന്തകളുടെ ശകലങ്ങൾ കുറഞ്ഞു വരുമ്പോൾ അവിടെ ആ ഒരു വിദ്യ നമ്മളിൽ പരിവർത്തനം ഉണ്ടാക്കും. അടുത്ത ഉദാഹരണത്തിലോട്ട് കടന്നുപോയാൽ, ബന്ധം ബന്ധനമാകരുത്. ബന്ധനമാകുമ്പോൾ അവിടെ വൈകാരികതയ്ക്ക് സ്ഥാനമുണ്ടാകും. വൈകാരികത മനസ്സിന്റെ പ്രതികരണങ്ങളാകുന്നു. അപ്പോൾ ആത്മീയത സാധ്യമാണോ? ഗുരുജി എപ്പോഴും പറയുന്ന കാര്യമാണ് പിടിവിടണം എന്നുള്ളത്. നമ്മൾ ഓരോ സമയത്തും ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഗുരുജി പറയാറുണ്ട്, പിടിവിട്ടാൽ എളുപ്പമാണ്. ഈ ഒരു സത്സംഗം തന്നെ എനിക്കെങ്ങനെ പറയാൻ സാധിക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പിടുത്തം എനിക്കുണ്ട്. അപ്പോൾ ആ പിടി നമ്മളിൽ നിന്ന് അയയുമ്പോഴാണ് ആ ഗുരുബോധം നമ്മളിൽ ഉണരുന്നത്. അപ്പോൾ ബന്ധം എന്ന് പറയുന്ന പലപ്പോഴും നമ്മൾ വളരെ സസൂക്ഷ്മമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടുന്ന ഒരു വസ്തുതയാണ്. കാരണം നമ്മൾ പലപ്പോഴും ആ ഒരു സ്നേഹം തന്നെ നമ്മളുടെ ബന്ധങ്ങളിൽ കുരുക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മളുടെ ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹം എന്നുള്ളതല്ല. അപ്പോൾ അത് ഏറ്റവും അധികം നമ്മൾ സാധകര്, ആത്മീയ പാതയിലോട്ട് പോകുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ ബന്ധം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല ബന്ധങ്ങളും നമ്മളെ ബന്ധനമാക്കുന്നുണ്ട്. അപ്പോൾ ആ ബന്ധനം ഇല്ലാതെ നമ്മൾ ബന്ധങ്ങളെ കണ്ടു തുടങ്ങുമ്പോഴുണ്ടാകുന്നത് അവർക്കും സ്വാതന്ത്ര്യമാണ്, നമ്മൾക്കും സ്വാതന്ത്ര്യമാണ്. ഏറ്റവും ആദ്യം നമ്മൾ സ്വതന്ത്രമാകുമ്പോൾ അവിടെ യഥാർത്ഥ സ്നേഹമുണ്ടാകും. ബന്ധത്തിലല്ല, ബന്ധനങ്ങളിലല്ല സ്നേഹം നിലനിൽക്കുന്നത്. ബന്ധനം ഇല്ലാതെ ആ തിരിച്ചറിവ്, അക്സെപ്റ്റൻസ് എല്ലാം ഒന്നിൻ്റെ തന്നെ പല പല രൂപങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ സാധനയിൽ കൂടി നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ ഈ പിടിച്ചുവെക്കലുകളില്ല. പിടിച്ചുവെക്കലുകളില്ലാതിരിക്കുമ്പോൾ തന്നെ മനസ്സ് വളരെയധികം പവിത്രമാവും, മനസ്സ് സ്വതന്ത്രമാകും. അപ്പോൾ അത് പതിയെ ഗുരുവിൻ്റെ വചനങ്ങൾ ശ്രവിച്ചു തുടങ്ങും. അപ്പോൾ ശൂന്യമായ വാക്കുകൾ ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ ആന്തരികമായിട്ട് പഠിച്ച് നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, അതായത് എപ്പോഴും നമ്മളുടെ മനസ്സ് എങ്ങനെയാണ് ഓരോ നിമിഷവും, ഇപ്പോൾ കൂടുതലും നിരീക്ഷണം ആണ് നമ്മുടെ ഏറ്റവും വലിയ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ വൃത്തത്തിലെ ശൂന്യതയിലോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇനി അടുത്ത ഗുരുജിയുടെ രചന നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ഈ രണ്ട് രചനകളും നോക്കുമ്പോൾ നമ്മൾക്ക് അവധൂത ചിന്തകളായാലും ശൂന്യമായ വാക്കുകളായാലും നമ്മുടെ മനസ്സ് എങ്ങനെയെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി തുടങ്ങും. ഇതിൽ കൂടി നമ്മുടെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അടുത്ത ഗുരുജിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രചന അഹങ്കരിക്കൽ. സദാ നമ്മൾ സാധകര് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് നമ്മുടെ അഹം എന്നുള്ളത്. നമ്മൾ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും സത്സംഗങ്ങൾ ചെയ്യാം ഈ അഹത്തിനെ കുറിച്ച്. പക്ഷേ നമ്മുടെ അഹം വളരെ സസൂക്ഷ്മമാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും ഈ രചനകളിൽ കൂടി കടന്നു പോകുമ്പോൾ, അത് വായിച്ച് പഠിച്ച് മനസ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ ഈ അഹവും മനസ്സുമായിട്ട് നന്നായിട്ട് കൂട്ടുചേർന്ന് ആത്മീയ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് നമ്മളെ ചുറ്റിക്കും. നമ്മളൊരു ആത്മീയമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് നമ്മളെ കൂടുതൽ കൂടുതൽ അഹങ്കാരിയാക്കി മാറ്റും. അതുതന്നെയാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോഴാണ്. അതായത് പുറമേ നമ്മൾക്ക് ഉപദേശിക്കാനും അഡ്വൈസ് കൊടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്.
നമ്മൾക്കൊരു ചെറിയ തലവേദന വന്നു കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക്, അപ്പം നമ്മൾക്ക് അറിയാൻ പറ്റും എത്ര ബന്ധം നമ്മളെ പിടിച്ചു കുലുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു അഹംകരിക്കല്, സ്വന്തം അഹത്തിനെ, ഈഗോയെ തിരിച്ചറിയുക എന്നുള്ളത്, ഈഗോയെ കണ്ടുകൊണ്ട് തന്നെ ഓരോ നിമിഷവും എന്നിൽ എൻ്റെ അഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നമ്മൾ ഒരിക്കലും എനിക്ക് ഒരു കുറ്റബോധം അവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഈഗോ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് തന്നെ ഒരു വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ എത്രയും നാള് മറ്റുള്ളവരുടെ ഈഗോയാണ് നമ്മൾ നോക്കി നിന്നിരുന്നത്. അപ്പോൾ എന്നിൽ ഈഗോ ഉണ്ട്, എൻ്റെ ഈഗോയിൽ കൂടിയാണ് ഞാൻ എല്ലാവരുടെയും ഈഗോ അനലൈസ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് കേന്ദ്രീകൃതമാകും. പുറമേക്ക് ഒരു വ്യക്തികളെയും അതിൽ പഴിചാരാതെ, ആ പഴിചാരുന്ന മനസ്സിനെ, കുറ്റം പറയുന്ന ആ സ്വന്തം മനസ്സിനെ നമ്മൾ കണ്ടു തുടങ്ങും. ആ ഒരു അഹങ്കരിക്കലിൽ കൂടി നമ്മൾക്ക് കടന്നു പോകാം. എനിക്ക് അത്ര അഹങ്കാരമില്ല എന്ന് പറയുന്നവർ എനിക്ക് എത്ര അഹങ്കാരം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പറയുന്നവരാണോ? അല്ല. നാം പലപ്പോഴും അങ്ങനെയാണ്. എല്ലാം അറിയുന്നത് പോലെ പലതും പറയും. പറയുന്ന പലതും എത്ര ശരിയാണ് എന്ന് അറിയുന്നേയില്ല എന്നതാണ് സത്യം. അറിഞ്ഞത് മാത്രം പറയും എന്ന തീരുമാനമെടുക്കാൻ എൻ്റെ അഹം സമ്മതിക്കുമോ? ഇല്ല. അതിനർത്ഥം ഞാൻ നന്നാവുന്നത് എന്നിലെ അഹങ്കാരത്തിന് ഒട്ടും താല്പര്യമില്ല. അതറിയാതെ നാം അഹങ്കാരത്തിൽ സഞ്ചരിക്കും. എങ്ങോട്ട് സഞ്ചരിക്കും? അതും നമ്മൾക്കറിയില്ല. ഈ അറിയില്ല എന്നതുപോലും അഹം സമ്മതിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. പലപ്പോഴും അങ്ങനെയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് പോലും ആ അറിഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി പ്രാവർത്തികമാക്കിയാൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതായത് നമ്മളുടെ ചിന്തകൾ വളരെ പവിത്രമാവും. പക്ഷെ ഇതറിയാതെ നമ്മൾ അറിവുകൾ ആർജിച്ച് പലപ്പോഴും അഹങ്കരിക്കുകയും നമ്മളോട് ഒരാൾ ആശയവിനിമയം ചെയ്യുമ്പോൾ പോലും പൂർണ്ണമായിട്ട് നമ്മൾക്ക് അവരെ കേൾക്കാൻ സാധിക്കില്ല. പലപ്പോഴും ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ എനിക്കും ഇത്രയും അറിയാമെന്ന് തിരിച്ച് പറയാനായിരിക്കും നമ്മൾക്ക് പലപ്പോഴും ഒരു ആഗ്രഹം. കാരണം എൻ്റെ ഈഗോ, ഞാനും മോശമല്ല, എനിക്കും അറിയാമെന്ന് പറയാനായിരിക്കും നമ്മളുടെ ഒരു ശ്രമം. അതാണ് ഈഗോ നമ്മുടെ ഉള്ളിൽ നിന്ന് പറയൂ, നിനക്കറിയാവുന്നതെല്ലാം പറയൂ എന്ന് പറഞ്ഞു തരും. അപ്പോൾ അത്ര സസൂക്ഷ്മമായിട്ടാണ് നമ്മുടെ അഹങ്കാരം നമ്മളിൽ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇത് തിരിച്ചറിയുമ്പോൾ നമ്മൾ പതിയെ മൗനം പാലിക്കും. അതായത് നമ്മൾ ഫ്രം ദ ആർട്ട് ഓഫ് സ്പീക്കിംഗ് വി വിൽ സ്റ്റാർട്ട് ദ ആർട്ട് ഓഫ് ലിസണിങ്. അതായത് നമ്മൾ ശ്രദ്ധിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കും. നമ്മളുടെ ശ്രദ്ധയെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങും. എൻ്റെ ശ്രദ്ധ ഓരോ സമയത്തും സംവേദിക്കുമ്പോൾ പാരലായിട്ട് നടക്കുന്ന സംഭാഷണങ്ങൾ, എന്നിൽ നടക്കുന്ന സംഭാഷണങ്ങൾ എന്താണ്, യാന്ത്രികമായിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ അതിനോടൊപ്പം. അപ്പോൾ എത്ര ഫുൾനെസ്സിലാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങും. അപ്പോൾ നമ്മളിൽ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ് ഗുരുജിയുടെ ഏറ്റവും വലിയ പഠനം നമ്മളിലോട്ട് എത്തുന്നത്. അതാണ് ആ പ്രണയം. ഗുരുജിയുടെ അടുത്ത രചന, അതിനു മുമ്പായിട്ട് ഒരു ഉദാഹരണം കൂടി പറയാം അഹങ്കരിക്കല്ലേ. പുരാണ കഥകൾ പാരായണം ചെയ്യുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും മനനം ചെയ്യുമ്പോഴും നമ്മൾക്കുണ്ടാകുന്ന ഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവണനോടും കംസനോടും കൗരവരോടും അങ്ങനെ എന്താ നമ്മൾക്ക് അത്തരം ചിന്ത വരാൻ കാരണം അവരുടെ അഹങ്കാരം ദൈവികതയുടെ നേർക്കാണ്. ആ കഥാപാത്രങ്ങളുടെ ചലനം, നോട്ടം, ചിന്ത, സംഭാഷണം, കൂട്ടുകെട്ട് എല്ലാം അവരുടെ അഹങ്കാരത്തിന്റെ പ്രതിഫലനമായി നാം തിരിച്ചറിയുന്നു, അല്ലേ? ഇനി സ്വയം ചിന്തിക്കാം. നമ്മളിൽ അഹങ്കാരം പൊട്ടിമുളച്ച് വളർന്ന് പന്തലിക്കുമ്പോൾ നമ്മളും ആ കഥാപാത്രങ്ങളുമായി എന്ത് വ്യത്യാസമാണ് ഉള്ളത്?
നമ്മൾ അത്തരത്തിൽ ചിന്തനം ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മുടെ അഹങ്കാരത്തിൻ്റെ വൈകൃതം അറിയാനാകുന്നത്. രാവണനെ പോലെ ഇരുന്നിട്ട് രാമനെ പൂജിച്ചാൽ എന്ത് ഗുണം? സുപ്രധാനമായിട്ടുള്ള വരികളാണ്. ആ അവസാനത്തെ വരികളിലെല്ലാം ഉണ്ട്. പലപ്പോഴും നമ്മൾ രാവണന്മാരായി നിന്നിട്ടാണ് നമ്മൾ ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുന്നതും പുണ്യപുരാണ പുസ്തകങ്ങൾ വായിക്കുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മൾ സത്പ്രവൃത്തി ചെയ്തു എന്ന് കരുതിയിട്ട് ഈ വേണ്ടാദിനങ്ങളെല്ലാം ചെയ്യുന്നതും. അപ്പോൾ നമ്മുടെ അഹത്തിന് നേർക്കുള്ള വലിയൊരു കൊട്ടാണ് ഓരോ അഹങ്കരിക്കലും. അത് നമ്മളെ കൂടുതൽ നമ്മുടെ അഹത്തിനെ തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ നമ്മൾ ഗുരുജിയുടെ അടുത്ത രചനയിലോട്ട് വരും, അതായത് പ്രേമസാഗര തീരെ. ഗുരുക്കന്മാരെല്ലാം പ്രണയത്തിലാണ് സദാ നിലനിൽക്കുന്നത്. ഭൗതികതയിൽ നമ്മൾക്ക് ഈ വിഷയം പറയാൻ തന്നെ ഭയങ്കര നാണക്കേടാണ്. കാരണം നമ്മൾ അത്ര സുഷുപ്തമായിട്ട് വളരെ ശുഷ്കിച്ചു പോയിരിക്കുന്നു ഈ വിഷയങ്ങൾ. കാരണം നമ്മൾ ആ ഒരു സ്നേഹബന്ധങ്ങളിലാണ് പലപ്പോഴും പ്രണയം കുടുക്കിയിട്ടിരിക്കുന്നത്. പക്ഷേ ഗുരുക്കന്മാരുടെ പ്രണയം എന്ന് പറയുമ്പോൾ അത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് തന്നെയാണ്. ആ ശരീരബോധമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും പ്രണയത്തിലാണ് നിലനിൽക്കുന്നത്. പക്ഷേ നമ്മൾ മനുഷ്യർ മാത്രം അഹങ്കാരത്തിൽ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, എൻ്റെ 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 എന്നുള്ളവരോട് സ്നേഹം, അതിനെ നമ്മൾ പ്രണയമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. യഥാർത്ഥ പ്രണയം എന്നുള്ളത് തൻ്റെ അസ്തിത്വത്തെ, താൻ എന്തിനെ ജനിച്ചു ഈ ഭൂമിയിൽ, തന്നെ തന്നെ തിരിച്ചറിയാൻ, അങ്ങനെ തൻ്റെ അഹത്തിനെ കരിക്കുമ്പോൾ താൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുമ്പോൾ താൻ അനുഭവിക്കുന്ന ആ ഒരു പ്രണയം, നമ്മളതിൻ്റെ ഗ്ലിംസസ് പലപ്പോഴും നമ്മൾ ഗുരുവിൽ നിന്നും, ഗുരുജിയുടെ സവിധത്തിൽ നിന്നും, അതുപോലെ സത്സംഗങ്ങളിൽ മാസം തോറും വരുമ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്കത് എപ്പോഴും അനുഭവിക്കാൻ നമ്മൾ അർഹരാണ്. ഈ ഒരു മനുഷ്യജന്മത്തിൽ കൂടി അർഹരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴുള്ള ഗുരുജിയുടെ ആ ഒരു രചനയാണ് പ്രേമസാഗര തീരെ. അഹം നമ്മളിൽ ഉണ്ട്, മനസ്സ് നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ആ പ്രേമമാകുന്ന സാഗരത്തിൻ്റെ തീരേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ ആ തീരത്ത് അണയുമ്പോൾ മാത്രമേ ഗുരുജിയുടെ രചനകൾ നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഇത് ഈ വചനങ്ങൾ, ഈ വാക്കുകളുടെ ഒന്നും അർത്ഥം നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. മനസ്സും അഹങ്കാരവും എന്നിലുണ്ട്, അത് പുറമേക്കുള്ളതല്ല. അഹങ്കാരം എന്നിലുണ്ട് എന്നറിയുമ്പോൾ മാത്രം ആ പ്രേമസാഗര തീരയിലോട്ട് പോകും. പ്രേമസാഗര തീരെ പലപ്പോഴും മുമ്പ് കണ്ടിട്ടുള്ളത്, ഗുരുജി ഓരോ യാത്രകൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ, അങ്ങനെ അതിൽ കൂടി ഗുരുജിയുടെ വാക്കുകൾ വായിക്കുമ്പോൾ നമ്മളിൽ ഒരു മനസ്സില്ലാത്ത തലത്തിലാണ് യഥാർത്ഥ പ്രണയം നിൽക്കുന്നത്. അതായത് അത് തന്നിലോട്ടുള്ള പ്രണയം തന്നെയാണ്. ബീയിങ് ഇൻ ലവ് വിത്ത് വൺ സെൽഫ്. ആ ഒരു അനുഭവം നമ്മളിൽ ചെറുതായിട്ട് വന്നു തുടങ്ങും. അങ്ങനെ ഒരു പ്രേമസാഗര തീരയിലോട്ട് കടന്നു പോകാം നമുക്ക്. കാരണം ഒരിക്കലും എൻ്റെ ശുഷ്കമായിട്ടുള്ള വാക്കുകളിൽ കൂടി ഗുരുജിയുടെ രചനകൾ ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. ആ ഒരു രചനകളുടെ ഉദാഹരണങ്ങൾ കൂടി നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് പറയാൻ മാത്രമേ സാധിക്കൂ. കാരണം ഗുരു നിൽക്കുന്ന ആ ഒരു ബോധതലത്തിൽ നിന്നുള്ള രചനകളെ വിശദീകരിക്കാൻ നമ്മൾക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ആ ഒരു ഉദാഹരണം പറയാം. മനനവും ചിന്തയും രണ്ടാണോ? രണ്ടും ഒന്നാണ് എന്ന് തോന്നാം. രണ്ടിലും ചിന്തനമുണ്ട്. എന്നാൽ രണ്ടിനും രണ്ടനുഭവങ്ങളാണ് ഉണ്ടാകേണ്ടത്. ചിന്തകൾ കാട് കയറുവാൻ സഹായിക്കുന്നു, എന്നാൽ മനനം കാട് തെളിയിക്കുവാൻ സഹായിക്കുന്നു. നമ്മളിൽ ചിന്തകൾ ശാന്തമാകുവാൻ വേണ്ടിയാണ് ആചാര്യന്മാർ മനനം ചെയ്യുവാൻ പറയുന്നത്. മനനത്തിന് ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചം വേണം, എന്നാൽ ചിന്തയ്ക്ക് അത് വേണ്ട. ചിന്തകൾ എല്ലാം അനന്തമായി തുടരുന്നത് ആത്മബോധം ഉണരാത്തത് കൊണ്ടാണ്. അവയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. ചിന്തയ്ക്ക് അതീതനാകുന്ന ചിന്തകൾ മനനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ.
ഓർക്കുക, നമ്മൾക്ക് മനനം ചെയ്യാനും ചിന്തിക്കുവാനും കഴിവുണ്ട്. എന്നാൽ നമ്മൾ ദിനം തോറും ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഗുരുജി എപ്പോഴും നമ്മളോട് മനനം ചെയ്യണമെന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ നിരീക്ഷണത്തിലോട്ട് ഞാൻ വളരെ കുറച്ച് നാളായതേ ഉള്ളൂ നിരീക്ഷണം എന്താണ് എന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട്. പണ്ട് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് മനനം ചെയ്യണം മനനം ചെയ്യണം എന്ന്. കാരണം നമ്മൾ ചിന്തകളിലാണ് ജീവിക്കുന്നത്. ആഴത്തിലുള്ള ചിന്ത, അതാണ് മനനം. അതായത് എൻ്റെ ചിന്തയെ ആഴത്തിൽ അപഗ്രഥിക്കുക, അതിനെ പൊളിച്ചെടുക്കുക. അപ്പോൾ നമ്മളിലെ ചിന്തകൾ കാട് കയറുന്നത് നമ്മൾ മനസ്സിൻ്റെ തലത്തിൽ നിന്ന് ജീവിക്കുമ്പോഴാണ്. അപ്പോൾ മനനം നമ്മളിൽ ഉണ്ടാകേണ്ടത്, നമ്മൾ ആ ഞൊടിയിടയിൽ നമ്മളിൽ ഓരോ ചിന്ത വരുമ്പോഴും എൻ്റെ ചിന്ത എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ചിന്തയെ കൂടുതൽ നമ്മൾ ആ ചിന്തയ്ക്ക് നമ്മൾ കൂടുതൽ ഒരു വിശദീകരണം കൊടുക്കും. ആഴത്തിലുള്ള ചിന്ത, അതാണ് മനനം. അപ്പോൾ ഗുരുജി സദാ സാധകരോട് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളത് മനനമാണ്. പക്ഷെ നമ്മൾ ആ വൃത്തത്തിലെ ശൂന്യതയാണ് ലാസ്റ്റത്തെ ആ ഒരു ടോപ്പിക്കിലോട്ട് വരുമ്പോൾ ഈ മനനത്തെക്കുറിച്ചും പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ ഈ പ്രേമസാഗര തീരയിൽ നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ ഗുരുജിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മളെയെല്ലാം ആനന്ദത്തിൽ ആറാടിച്ചിട്ടുള്ള ആ രചനയിലോട്ട്, അതായത് ആത്മഭാഷണത്തിലോട്ട് വരാം. ആത്മഭാഷണം, നമ്മളിൽ ഭാഷണം നടക്കുന്നുണ്ട് സദാ, നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല. പാരലായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ മുമ്പിൽ കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ സദാ ഒരാൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്നുണ്ട് എന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഗുരുജിയെ കണ്ടുമുട്ടുന്നത് വരെ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സ് പറയുന്നു, എൻ്റെ മനസ്സ് എന്താണ്, എൻ്റെ മനസ്സിൽ നല്ല വ്യക്തിത്വമാണ് എന്നുള്ളൊരു അഹങ്കാരവും ഉണ്ട്. അപ്പോൾ മനസ്സെന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യും. അപ്പോൾ ആത്മഭാഷണം നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മളത് ശ്രവിക്കാൻ തയ്യാറാവുമ്പോഴാണ് ആ ഭാഷണം കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. നമ്മളിൽ സദാ നമ്മളിൽ വരുന്ന ചിന്തകളെ അതിനപ്പുറമായിട്ട് നമ്മളിൽ വരുന്ന ആ ഒരു ബോധതലത്തിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ, ശരിതെറ്റുകൾ ഒരാൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നതായിട്ട് നമ്മൾക്ക് ബോധമുണ്ടാകും. അതെല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഗുരുജി ഈ ആത്മഭാഷണം എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് കണ്ണൻ രാധ എന്നുള്ള രണ്ട് ബിംബങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ്. രാധ എന്നുള്ളത് കണ്ണനും രാധയും നമ്മൾക്ക് കേൾക്കുമ്പോൾ വളരെ ഇഷ്ടമുള്ള കഥാപാത്രങ്ങളാണ് കണ്ണനും രാധയും. അപ്പോൾ കണ്ണനും രാധയുമായിട്ടുള്ള സംഭാഷണങ്ങൾ ആണ് ആത്മഭാഷണത്തിൽ ആ ഒരു ബിംബങ്ങളെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ആ ഭാഷണങ്ങൾ നടക്കുന്നത്. രാധ ഒരു ചോദ്യം കണ്ണനോട് ചോദിക്കുന്നു. അപ്പോൾ രാധ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന പോലെ ആയിരിക്കില്ല രാധയുടെ ചോദ്യം. രാധയുടെ ചിന്ത എങ്ങനെയായിരിക്കും? ഉയർന്ന ചിന്തകളായിരിക്കും. അതായത് ആ മനനത്തിൽ, ആ ഒരു ജീവഭാവത്തിൽ, അത്യധികമായിട്ടുള്ള കണ്ണനോടുള്ള ആ ഒരു പ്രണയഭാവത്തിലാണ് രാധ നിൽക്കുന്നത്. അപ്പോൾ ആ ഭാവത്തിൽ നിൽക്കുന്ന രാധയുടെ ചിന്തകൾ എത്ര മധുരമായിരിക്കും. ആ ഒരു രാധയുടെ ചോദ്യങ്ങൾ, നിഷ്കളങ്കമായിട്ടുള്ള രാധയുടെ പരിശുദ്ധമായിട്ടുള്ള പവിത്രമായ ചോദ്യങ്ങൾക്ക് കണ്ണൻ നൽകുന്ന മറുപടി അങ്ങനെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ആത്മഭാഷണം നമ്മളിൽ പല രീതിയിലാണ് നമ്മളിൽ ഒരു ചലനം സൃഷ്ടിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ആദ്യം നമ്മൾ ഗുരുവിനെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗുരുവിൽ അട്രാക്റ്റഡ് ആവുന്നത്? നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. അതായത് ഗുരുവിൻ്റെ സവിധത്തിൽ, ഗുരുവിൻ്റെ വാക്കുകളിൽ നമ്മളിലൊരു തല വികാസമാണ് അവിടെ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഗുരുവിനെ ആ ഒരു രൂപത്തിലായിരിക്കും ആദ്യം ദർശിക്കുന്നത്. നമ്മൾക്കറിയില്ലല്ലോ, അജ്ഞതയിൽ നിൽക്കുന്ന നമ്മൾ
ആ ഗുരുവിനെയും നമ്മൾ ആ ശരീരബോധത്തിലായിരിക്കും കാണുന്നത്. പക്ഷെ പതിയെ പതിയെ നമ്മളിൽ മാറ്റം ഉണ്ടാവും. കാരണം ഈ ഒരു എന്നിൽ ഒരു പരിവർത്തനം നടക്കുന്നുണ്ട്. അത് ആ ഗുരുവാവുന്ന ആ ഒരു ഊർജത്തിൻ്റെ വാക്കുകൾ എൻ്റെ ബോധമണ്ഡലത്തിൽ പ്രവേശിച്ച് എന്നെ ഉദാത്തമാക്കുന്നു, എന്നെ പരിശുദ്ധീകരിക്കുന്നു എന്ന ഒരു അറിവ് വരുമ്പോൾ ഈ ഗുരുബോധം നമ്മുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഗുരു അകത്തും പുറത്തും എല്ലായിടത്തും നിലനിൽക്കുന്ന ഒന്നാണ്. അത് എന്നിൽ കൂടി തന്നെയാണ് ഞാൻ ഗുരുവിനെ ദർശിക്കുന്നത് എന്നുള്ളതും, എന്നിലുള്ള ആ ഒരു ഊർജം അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ആ സത്യം, അതിൽ കൂടി തന്നെയാണ് ഞാൻ ആ പരമബോധത്തെയും തിരിച്ചറിയുന്നത് എന്നറിയുമ്പോൾ നമ്മൾ അത്യധികം നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹത്തിൽ നമ്മൾ കൃതാർത്ഥരാകും. അപ്പോൾ ആത്മഭാഷണം എന്നിൽ പലതരത്തിലുള്ള, ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ, ആദ്യം എനിക്കത് വായിക്കുമ്പോൾ കൃഷ്ണൻ രാധ, എനിക്ക് ആ ഒരു ഭക്തിഭാവം പൊതുവേ കുറവായിരുന്നത് കൊണ്ട് കൃഷ്ണൻ രാധ എന്നുള്ളതല്ല, ഗുരുവും ഞാനും എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് ആദ്യം. ഞാൻ ഗുരുവിനോടൊരു ചോദ്യം ചോദിക്കുന്നു, ഗുരു മറുപടി തരുന്നു കണ്ണനായിട്ട്. ആ രീതിയിൽ ഞാൻ വളരെയധികം സന്തോഷിച്ചിട്ടുള്ള ഒരു രചനയാണ് ആത്മഭാഷണം. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ ആ ഒരു തലത്തിലേ അല്ല, ഒരു നിരീക്ഷണ തലത്തിലാണ് ഇപ്പോൾ അത് കാണാൻ സാധിക്കുന്നത്. എന്തിനു പറയുന്നു, ഏത് രചന നോക്കിയാലും ഇപ്പോൾ ആ ഒരു നിരീക്ഷണത്തിൽ കൂടി മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ആ നിരീക്ഷണത്തിൽ നിൽക്കുന്നു എന്നല്ല, ആ ഒരു നിരീക്ഷകന്റെ കണ്ണുകളിൽ കൂടിയാണ്. കാരണം ഗുരുജി അത്രമാത്രം രചനകൾ ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് വിഷയങ്ങളിലിട്ട് ഏത് ഒരു വിഷയത്തിലാണ് ഇയാൾക്ക് സ്പാർക്ക് ഉണ്ടാകുന്നത് എന്ന് കരുതി എല്ലാ വിഷയങ്ങളിലും ഗുരുജി ആ ഒരു നിരീക്ഷകനെ ഉണർത്തുവാനായിട്ടുള്ള രചനകൾ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആത്മഭാഷണത്തിൽ കൂടി കടന്നു പോകാം. ആത്മഭാഷണത്തിൻ്റെ ഒരു ഉദാഹരണം കണ്ണൻ. രാധയെ എങ്ങനെയാണ് രാധയ്ക്ക് സദാ കണ്ണനെ ഓർക്കുവാൻ സാധിക്കുന്നത്? കണ്ണ അത് രാധ കണ്ണനെ ഓർക്കുന്നതാണോ, കണ്ണൻ രാധയെ ഓർമ്മിപ്പിക്കുന്നതാണോ? രാധയ്ക്ക് എന്താണ് തോന്നുന്നത്? കണ്ണൻ തോന്നിപ്പിച്ചാൽ മാത്രമേ രാധയ്ക്ക് എന്തെങ്കിലും ചിന്തിക്കുവാനാകൂ എന്നാണ്. രാധ എത്രമാത്രം സത്യത്തെ ബോധിച്ചവളാണ്. കണ്ണ, രാധ ചിന്തിക്കുന്നത് തന്നെ കണ്ണൻ ചിന്തിപ്പിക്കുന്നത് കൊണ്ടാണ്. രാധയുടെ സമർപ്പണം ആണ് ഈ ഒരു വരികളിൽ കൂടി നമ്മൾക്ക് ബോധ്യമാവുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഒരു ഗുരുവിനെ ലഭിക്കുമ്പോൾ നമ്മൾ കുറച്ച് ലിറ്ററേച്ചേഴ്സ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് തോന്നും സമർപ്പണം എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ് ഒരു സാധകന് വേണ്ടുന്നത് അല്ലെങ്കിൽ ഒരു ശിഷ്യന് വേണ്ടത് എന്നെല്ലാം നമ്മൾ. അപ്പോൾ എനിക്ക് ഗുരുജിയുടെ വാക്കുകൾ ബോധ്യമാകുന്നുണ്ട്, ഞാൻ സമർപ്പിതമായി എന്ന് ഞാൻ ആദ്യമൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എത്ര പമ്പര വിടുത്തമാണ് ചിന്തിച്ചിരുന്നത് എന്നിപ്പോൾ ഓരോ ദിവസവും ഓരോ വർഷങ്ങളും കഴിയുമ്പോൾ തിരിച്ചറിയുകയാണ് നമ്മൾ സമർപ്പിതമായിട്ടേ ഇല്ല എന്നത്. രാധയിൽ നിലനിൽക്കുന്ന ആ ഒരു സമർപ്പണ ഭാവം, അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ഊർജം നമ്മളിൽ പ്രവഹിക്കുമ്പോൾ, ഒരു വരി നമ്മൾ പറയുന്നെങ്കിൽ പോലും ആ ഒരു ഊർജം നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നത് എന്നത്. അതായത് ഇപ്പോൾ തന്നെ ഞാൻ വെള്ളം ഇങ്ങനെ കുടിക്കാറില്ല, ഇപ്പോൾ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തൊണ്ട ഉണങ്ങുന്നു. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മളൊരു വാക്ക് ഉരിയിടണം എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ആ ഊർജത്തിൻ്റെ അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ, നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ ആ ഒരു ഊർജം നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിലപ്പോൾ നമ്മൾ ഓർമ്മിക്കുമായിരിക്കും. കാരണം ഗുരുജി അത്രമാത്രം നമ്മളെ ഈ വരികളിൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ സദാ നമ്മളിൽ ആ ഓർമ്മയുണ്ടോ? ആ ഓർമ്മയില്ലാത്ത സമയത്തെല്ലാം നമ്മൾ അഹങ്കരിക്കലിലാണ് നിൽക്കുന്നത്. നമ്മൾ അഹത്തിലാണ് നിൽക്കുന്നത്, കരിക്കലിലല്ല, അഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അഹത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഓരോ ആശയവിനിമയത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം നമ്മൾ പരിക്ഷീണരായി, ബൈ ദ എൻഡ് ഓഫ് ദ ഡേ ഇത്രയും ജോലികൾ ഞാൻ ചെയ്തു, തളർന്നു, ഇനി ഒന്ന് സാധന ചെയ്യണം, ഉറങ്ങണം എന്ന് നമ്മൾ ചിന്തിക്കും. പരിക്ഷീണരായാണ് നമ്മൾ പലപ്പോഴും ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് കടക്കുന്നത്. പലപ്പോഴും
ശരീരത്തിൻ്റെ ക്ഷീണത്തിനേക്കാളും മനസ്സിൻ്റെ ക്ഷീണമാണ്. കാരണം ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹങ്കാരത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്ഷീണിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഓരോ ആത്മഭാഷണം വായിക്കുമ്പോൾ ആ രാധയും കൃഷ്ണനുമായിട്ടുള്ള സംഭാഷണത്തിൽ നമ്മളുടെ ഉള്ളിൽ നമ്മുടെ മനസ്സും ബോധവുമായിട്ട് നമ്മൾ തന്നെ അതിനെ ചിത്രീകരിച്ചാൽ, ഇത്ര മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരു മനസ്സ് നമ്മളിൽ സൃഷ്ടിക്കപ്പെട്ടാൽ എത്ര മനോഹരമായിരിക്കും. രാധയെപ്പോലെ സംസാരിക്കാൻ, ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ ആ ബോധത്തോടെ എത്ര നന്നായിട്ട് നമ്മൾ ആ ബോധത്തിൽ നിൽക്കും. അകവും പുറവും ഇല്ലാതെ ഒന്നായിട്ട് ആ ഒരു പരമബോധത്തിൽ നമ്മൾ എത്ര ആനന്ദത്തോടെ നിൽക്കും എന്നുള്ളത്. ആത്മഭാഷണത്തിൻ്റെ വരികളിൽ കൂടി 1000-ൽ പരം ആത്മഭാഷണം എഴുതിക്കഴിഞ്ഞു. അതിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോന്നും വായിക്കുമ്പോൾ നമ്മൾ വളരെ വളരെ ആനന്ദം നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബോധതലം നമ്മളിൽ ഉണ്ടായാൽ ഉണ്ടാകുന്ന ആ ഒരു പ്രണയം, ഇവിടെയെല്ലാം ശ്രദ്ധിക്കപ്പെടേണ്ടത് ആ ഒരു പ്രേമഭാവമാണ്. ഇവിടെ എല്ലാത്തിൻ്റെയും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ആ ഒരു ദിവ്യമായിട്ടുള്ള ഡിവൈൻ ലവിലാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ലിമിറ്റഡ് കോൺഷ്യസ്നെസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ പ്രണയം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത്. നമ്മൾ ബന്ധങ്ങളിൽ മാത്രം ബന്ധനമാകുന്ന സ്നേഹം ദർശിക്കുന്നു, നമ്മൾ യഥാർത്ഥ പ്രണയം അറിയുന്നില്ല. ആത്മഭാഷണം മുഴുവൻ നമ്മൾ വൃത്തത്തിലെ ശൂന്യതയിൽ കൂടി കണ്ടുപോയാൽ നമ്മൾക്കറിയാം ആ ഗുരു ഏത് തരത്തിലുള്ള ഒരു അവസ്ഥയിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകാനായിട്ട്, കൈ പിടിച്ച് കൊണ്ടുപോകാനായിട്ട് നീങ്ങുന്നത് എന്നുള്ളത്. ഒരു ആത്മഭാഷണം കൂടി നമുക്ക് പോകാം, അതിൽ കൂടി കടന്നു പോകാം. രാധ: കണ്ണ, രാധയ്ക്ക് നിശബ്ദമായി ഇരിക്കുവാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണ് രാധയ്ക്ക് നിശബ്ദമായി ഇരിക്കുവാൻ സാധിക്കാത്തത്? സദാ കണ്ണനെക്കുറിച്ച് ചിന്തിച്ച് പാട്ടുപാടി നൃത്തം ചെയ്യുന്നത് കൊണ്ട് എങ്ങനെ നിശബ്ദമായി ഇരിക്കുവാൻ സാധിക്കും? രാധേ, ഇതിൽ ശബ്ദം എവിടെ? അപ്പോൾ കണ്ണ, ഇതാണോ നിശബ്ദത? രാധേ, ഈ നിശബ്ദതയ്ക്ക് വേണ്ടിയാണ് മറ്റുള്ളവർ ശബ്ദമുണ്ടാക്കുന്നത്. കണ്ണ, നിശബ്ദത നമ്മൾ പലപ്പോഴും, എനിക്കധികം സംസാരിക്കാൻ താല്പര്യമില്ല, മൗനമായി ഇരിക്കാനാണ് ആഗ്രഹം എന്നെല്ലാം നമ്മൾ വീമ്പിളക്കാറുണ്ട്. പക്ഷെ ആന്തരികമായിട്ട് എന്ത് ശബ്ദകോലാഹലങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉള്ളിൽ പലതരത്തിലുള്ള ചിന്തകളും കഴിഞ്ഞ കാലത്തുള്ള ഓർമ്മകളും ഇനി ഭാവി കാലത്തിലേക്കുള്ള അയവിറക്കലുകളുമായിട്ട് ഇരുന്നിട്ട് നമ്മൾ മൗനമായി ഇരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സംഭാഷണം, ഉയർന്ന ചിന്തകൾ, നമ്മളിൽ ഒരു വ്യാവഹാരികമായിട്ടുള്ള അടിസ്ഥാനത്തിലല്ലാതെ ഉയർന്ന ചിന്തകൾ നമ്മളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ രാധയുടെ ആ ഒരു തലത്തിൽ നമ്മൾ നിൽക്കണം. ആ ബിംബമായിട്ടാണ് രാധയെ എങ്കിലും ഉയർന്ന ചിന്തകൾ നമ്മളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഹവും നമ്മുടെ മനസ്സും സദാ എൻ്റെ അഹങ്കാരവും എൻ്റെ മനസ്സ് എന്നിൽ ഓരോ സമയവും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും നമ്മൾ സത്സംഗങ്ങൾ കേൾക്കുമ്പോഴും പാരലലായിട്ട് നമ്മുടെ അറിവുകൾ നമ്മുടെ ഉള്ളിൽ കൂടി കടന്നു പോകുകയും ആ ലിമിറ്റഡ് അറിവുകളിൽ കൂടിയാണ് നമ്മൾ പല സത്സംഗങ്ങളും ശ്രവിക്കുന്നു എങ്കിൽ നമ്മൾ അതിൽ ചുരുങ്ങിപ്പോവുകയേ ഉള്ളൂ. അപ്പോൾ കേൾക്കലിനെ കേൾക്കലായിട്ടും കാണലിനെ കാണലായിട്ടും ശ്രവിക്കൽ മാത്രമായിട്ടും, ഞാൻ എന്നുള്ളത് കട്ട് ചെയ്ത് ആ ശ്രവണം മാത്രമായിട്ടും കാണൽ മാത്രമായിട്ടും കേൾക്കൽ മാത്രമായിട്ടും ആയി മാറിക്കഴിഞ്ഞാൽ, ആ നിരീക്ഷണം മാത്രം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രണയം നമ്മളിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കും. അതായത് നമ്മളിൽ കൂടുതൽ ആ ഒരു മനസ്സിൻ്റെ തലത്തിലുള്ള ആ അവസ്ഥയിൽ നിന്ന് മാറി ഒരു പ്രേമഭാവം നമ്മളിൽ സദാ ഉണ്ടാവുകയും അത് തീർച്ചയായിട്ടും നമ്മൾ പ്രണയത്തിലാവുമ്പോഴാണ്. മറ്റുള്ളവരെ പ്രണയിക്കുക എന്നുള്ളതല്ല, അത് നമ്മളിൽ അനുരക്തരായിരിക്കുമ്പോൾ തന്നെ
ഒരു ഫ്രീഡമാണ് എല്ലായിടത്തും ഉണ്ടാകുന്നത്. കാരണം നമ്മളെ കൊണ്ടുള്ള ശല്യം കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ് വലിയൊരു വസ്തുത. അടുത്ത ഗുരുജിയുടെ രചനകൾ ധ്യാനകഥയുണ്ട്, അതുപോലെ തന്നെ മിനിക്കഥ, തോരാത്ത പ്രണയമഴ. അങ്ങനെ നമ്മൾ ആത്മഭാഷണത്തിൽ കൂടി കടന്നു പോയി കഴിയുമ്പോൾ ഗുരുജിയുടെ അടുത്ത രചന, അതായത് തോരാത്ത പ്രണയമഴ. അഹത്തിനെ തിരിച്ചറിഞ്ഞു. പ്രണയം എന്നുള്ളത് എന്നിൽ തന്നെ സദാ നിലനിൽക്കേണ്ടുന്ന ഒരു ഭാവമാണ്. അത് മാറണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചിന്തയെ ഞാൻ അറിയണം, എൻ്റെ പ്രവൃത്തികളിലുള്ള ആ ഒരു ശുദ്ധത നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ വരുമ്പോൾ ആ തോരാത്ത പ്രണയമഴ നമ്മളിൽ പതിയെ വന്നു തുടങ്ങും. ഗുരുവിൻ്റെ അടുക്കൽ ഇരിക്കണമെങ്കിൽ മനസ്സിൽ നിന്നും അകന്ന് നിലനിൽക്കണം. തോരാത്ത പ്രണയമഴയുടെ ഒരു വരിയാണ്. ഗുരുവിൻ്റെ അടുക്കൽ നമ്മൾ ഫിസിക്കലി നമ്മൾ ഗുരുവിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഗുരുവിൻ്റെ അടുക്കൽ തന്നെ നിൽക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം നമ്മുടെ അഹം അത്രയും ഡോമിനൻ്റ് ആയിട്ട് നമ്മൾക്ക് നിൽക്കുമ്പോൾ, ഞാൻ എന്നുള്ള ആ ഒരു ഐ കോൺഷ്യസ്നെസ്സിൽ നിൽക്കുമ്പോൾ, ആ സവിധത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു അനുഭൂതി നമ്മളിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് നിൽക്കുമ്പോൾ നമ്മുടെ അഹം നന്നായിട്ട് നമ്മളിൽ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ മനസ്സിനെ സദാ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് ഗുരുവിൻ്റെ അടുക്കൽ ഇരിക്കാൻ സാധിക്കുന്നത്. അതായത് ഗുരുവിൻ്റെ അടുക്കൽ എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ വാക്കുകളാണ്. ഗുരുവിൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്സിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. അതായത് നമ്മുടെ മാനസിക വ്യാപാരം നമ്മളിൽ നടക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്നുള്ളത് എൻ്റെ ചിന്തകളും എൻ്റെ വാസനകളും പൂർവ്വകാലങ്ങളിൽ ഞാൻ സംഭരിച്ചു വെച്ചിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെയും ഒരു വലിയൊരു ഭാണ്ഡക്കെട്ട്, ആ വലിയൊരു ഭാണ്ഡക്കെട്ടും ചുമന്നുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഗുരുവിൻ്റെ അടുക്കൽ നിൽക്കുമ്പോഴും ആ ഭാണ്ഡക്കെട്ടും ചുമന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് കൊള്ളാം, നല്ല ഐശ്വര്യമുണ്ട്, നല്ല തേജസ് ഉണ്ട്, നമ്മൾക്ക് ഒരു സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളത് കേട്ടിട്ട് തിരികെ വരും. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ആ ഒരു നമ്മൾ നമ്മുടെ ലിമിറ്റഡ് ഓറയിൽ നമ്മൾ ആകുകയും ചെയ്യും. പലപ്പോഴും നമ്മൾക്ക് വിഷമവും ഉണ്ടാകും. ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ട് തിരിച്ച് അടുത്ത ദിവസമൊക്കെ നമ്മൾക്കൊരു വിഷമം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, വിഷമവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തോരാത്ത പ്രണയമഴ അടുത്ത വരിയിൽ കൂടി, ഞാൻ യാത്ര ചെയ്യുമ്പോഴും അത് ഒഴിഞ്ഞ തോണിയായി മാറണം. എൻ്റെ ആത്മീയ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാരി ചെയ്ത ബാഗേജ് കൂട്ടിക്കൂട്ടി ഓരോ അറിവുകൾ നമ്മൾ കൂട്ടിക്കൂട്ടി ആ അറിവിൻ്റെ തുടർച്ചയായിട്ട് അതിന് പുറത്ത് വേറെ അറിവും നേടി വരുമ്പോൾ അഹം എന്നുള്ള ആ ഒരു വലിയൊരു ആത്മീയ അഹം നമ്മളിൽ നന്നായിട്ടുണ്ടാകും. അപ്പോൾ എന്നെ എങ്ങനെ ഞാൻ തിരിച്ചറിയും? എന്നെ തിരിച്ചറിയണമെങ്കിൽ ഈ നിമിഷത്തിൽ എൻ്റെ മനസ്സ് എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അപ്പോൾ ഓരോ കാര്യങ്ങളും, ഓരോ യാത്രകളും, ഓരോ സംഭവങ്ങളും, ഓരോ ചിന്തകളും വന്നു പോയിക്കോട്ടെ, അതിനെ വിട്ട് നമ്മൾ തിരിഞ്ഞു നടക്കാൻ നമ്മൾ ഒഴിഞ്ഞ തോണിയായിട്ട്, എംറ്റി ആയിട്ട് നമ്മൾ മാറണം. ഒഴിഞ്ഞ പാത്രമായി നമ്മൾ മാറണം. ഓരോ തവണയും നമ്മൾ ഓരോ നിമിഷവും ഒരു ഒഴിഞ്ഞ തോണിയായി നമ്മൾ മാറുമ്പോഴാണ് ആ ഒരു പ്രണയം, അതായത് ഗുരുജിയുടെ രചനകൾ നോക്കുമ്പോൾ ഒരിക്കലും മോക്ഷം, ഈശ്വരൻ, ഇത്തരം വാക്കുകളൊന്നും ഒരിക്കലും വരികയില്ല. അതായത് ഈ മനസ്സ് ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നത് ആ ഒരു പ്രണയം തന്നെയാണ്. ആ ഒരു സ്വാതന്ത്ര്യം തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് നമ്മൾ കൂടുതൽ നമ്മളിൽ കേന്ദ്രീകൃതമായി, അതായത് നമ്മുടെ ചിന്തകളെ കൂടുതൽ നമ്മൾ അറിയുമ്പോൾ, നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഓരോ തോരാത്ത പ്രണയമഴയും നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്.
സദാ ശ്രദ്ധ പുലർത്തുന്നവർ എവിടെയും ആനന്ദത്തെ ദർശിച്ചുകൊണ്ടിരിക്കും. ഈ ശ്രദ്ധ, ബുദ്ധി, ജ്ഞാനം, ഇതെല്ലാം നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് വളരെ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധയോടെ ഇരിക്കൂ, ശ്രദ്ധയോടെ ഇരിക്കൂ എന്ന്. കുട്ടിക്കാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു അധ്യാപിക എന്ന നിലയിൽ പലപ്പോഴും ഞാൻ കുട്ടികളോട് പറയുന്ന കാര്യവുമാണ്. പക്ഷെ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്, വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ഒരേ പല്ലവി തന്നെ പഠിപ്പിക്കുമ്പോൾ യാന്ത്രികമായിട്ട് എന്നിൽ പ്രവർത്തനം അതിവിദഗ്ധമായിട്ട് തന്നെ ആ ഒരു പഠിപ്പിക്കുക എന്നൊരു പ്രക്രിയ എന്നിൽ നടക്കുകയും പാരലലായിട്ട് വേറെ പല ചിന്തകൾ എന്നിൽ കൂടി നടക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ക്ലാസ്സിൽ അത് പറഞ്ഞു കൊടുക്കും. കാരണം ടീച്ചർ ഇപ്പോൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ടീച്ചർ അതേ സമയത്ത് തന്നെ പാരലലായിട്ട് പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതായത് തൻ്റെ ശ്രദ്ധയെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ വന്നാൽ മാത്രമേ, അത് വളരെ കുട്ടിക്കാലത്ത് തന്നെ അത് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു പരിണാമം എത്ര ഉദാത്തമായിരിക്കും. അപ്പോൾ തൻ്റെ ശ്രദ്ധ ഓരോ നിമിഷവും ഈ കേൾക്കുന്നതിലാണോ, അതായത് പറയുന്നതിലാണോ, എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും ഗുരുജി എപ്പോഴും പറയുന്നതും ഊന്നൽ നൽകുന്നതും ആ ശ്രദ്ധയ്ക്ക് തന്നെയാണ്. അതായത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ശ്രദ്ധിക്കുന്നവൻ, തന്നിൽ നല്ല ശ്രദ്ധയുള്ളവൻ, തൻ്റെ മനസ്സിൽ, ആത്മീയതയിൽ അതിൻ്റെ വിശദീകരണം വേറെയാണ് എന്ന് തോന്നുന്നു. അതായത് തന്നിൽ നല്ല ശ്രദ്ധയുള്ളവൻ, പുറമേക്ക് ശ്രദ്ധ എന്നതിലുപരി തൻ്റെ മാനസിക വ്യാപാരങ്ങളും തൻ്റെ ചിന്തകളും തൻ്റെ പ്രവർത്തനങ്ങളും, താൻ പറയുന്ന ചിന്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ താൻ പറയുന്നത് തന്നെയാണോ താൻ പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം ഒരേപോലെ കോയിൻസിഡൻ്റൽ ആയിട്ടാണോ നമ്മളിൽ നടക്കുന്നത്. പലപ്പോഴും നമ്മൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം പറയുവാനാണെങ്കിൽ നമ്മൾക്ക് മൗനമായിട്ടിരിക്കാൻ പോലും നമ്മൾക്ക് താല്പര്യമില്ല. നമ്മൾ എതിരെയുള്ള ആൾക്ക് സന്തോഷമുണ്ടാവാവുന്ന രീതിയിൽ നമ്മൾ മധുരമായിട്ട് സംസാരിക്കും. അപ്പോൾ തന്നിൽ ശ്രദ്ധയില്ല. അപ്പോൾ തന്നിൽ ശ്രദ്ധ, ജാഗ്രത ആണ് ഒരു സാധകന് വേണ്ടുന്നത്. ഏറ്റവും അധികം വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജാഗ്രതയോടെ ഇരിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക. ആ ശ്രദ്ധയിൽ കേൾക്കൽ മാത്രം സംഭവിക്കും. പിന്നെ ആ കേൾക്കൽ നമ്മളിൽ അവശേഷിക്കുകയും ഉണ്ടാവുകയില്ല. ഓർമ്മയിൽ നിന്ന് നമ്മൾക്ക് ആ കേൾക്കലിൽ നിന്ന് കിട്ടിയ അറിവ് പറയുവാൻ സാധിക്കില്ല. കാരണം ആ കേൾക്കൽ കഴിഞ്ഞ് നമ്മളൊരു ഒഴിഞ്ഞ തോണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വേണം നമ്മൾ കേൾക്കാൻ. അത്രമാത്രം നമ്മളിൽ ശ്രദ്ധ വേണം. ഈ ശ്രദ്ധ വേണമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഗുരുജിയുടെ രചനകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഏറ്റവും അധികം സാമ്യം തോന്നുന്നത് കൃഷ്ണമൂർത്തിജിയുടെ രചനകളുമായിട്ടാണ്. ഗുരുജിയുടെ രചനകളിലെ വലിയ സാമ്യം തോന്നുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നല്ല ചിന്ത, നമ്മൾ പുസ്തകം വായിക്കുന്നു അല്ലെങ്കിൽ സാധന ചെയ്യുന്നു, നമ്മൾക്ക് വളരെ ആശ്വാസം, നമ്മൾ വളരെ സന്തോഷത്തിലാണ്. പക്ഷേ നമ്മളുടെ സസൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കൂടെ ഒരു വ്യക്തി വേണം. അതായത് ഒരു സൊസൈറ്റിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇത് പ്രാവർത്തികമാക്കേണ്ടത്. ഗുരുജിയുടെ രചനകളെല്ലാം തന്നെ നമ്മളിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് ഗുരു സവിധത്തിൽ മാത്രം വരുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും വളരെ ആനന്ദത്തോടുകൂടി പോവുകയും ചെയ്യുന്നതിലല്ല. നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ് ഈ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങളോടൊത്ത് അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളിലും അവിടെ നമ്മളിൽ ഇത് എത്രമാത്രം നമ്മളിൽ സസൂക്ഷ്മമായിട്ട് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ചിന്തകൾ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഗുരുജിയുടെ രചനകളുടെ പ്രസക്തി. ഇനി അടുത്തത് ധ്യാനകഥ. ധ്യാനകഥ പറയുന്നതിന് മുമ്പായിട്ട് ഒരു മിനിക്കഥയിലോട്ട് പോകാം. കാരണം ധ്യാനകഥയും വൃത്തത്തിലെ ശൂന്യതയും ഒരുമിച്ച് നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. മിനിക്കഥ എന്ന് പറയുമ്പോഴും ഗുരുജിയുടെ പല രചനകളും ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം
നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്ന സംശയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിൽ ചില സമയം വന്ന ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഗുരുജിയോട് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളുടെ ഒരു വിഷമം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആകുലത, നമ്മുടെ ഒരു സംശയം പങ്കുവെച്ചതിലായിരിക്കാം. അതുപോലെയാണ് മിനിക്കഥയും മറ്റ് രചനകളും എല്ലാം അങ്ങനെ തന്നെയാണ്. ഏതെല്ലാം തരത്തിൽ ഒരു വ്യക്തിക്ക് ചിന്തകൾ ഉണ്ടാകാം, അപ്പോൾ ആ ചിന്തകൾക്കുള്ള മറുപടി തന്നെയാണ് ഗുരുജിയുടെ ഈ ഒരു 1000കണക്കിന് വരുന്ന ഓരോ സൂക്തങ്ങളും. അത് ഓരോന്നും സൂക്തം തന്നെയാണ്. അത് നമ്മൾ അത്യധികമായിട്ടുള്ള മനനത്തിനും ആ ശ്രദ്ധയ്ക്കും അതിന് ഊന്നൽ നൽകിയാൽ തീർച്ചയായിട്ടും നമ്മുടെ സാധന പോലെ തന്നെയാണ്, അത്യന്തം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ഓരോ രചനകളും. അപ്പോൾ ഒരു മിനിക്കഥയിൽ കൂടി നമുക്ക് പോകാം. അവനെ അറിയാനാണ് സത്സംഗം. അവിടെ നടക്കുന്നത് സത്തുക്കളുടെ സംഗമമാണ്. സത്തുക്കൾ കൂടുന്നിടത്ത് സച്ചിന്തകൾ ഉണ്ടാകും. അത് ഉള്ളിൽ സത്ത് കൂടുവാൻ ഇടയാക്കും. അപ്പോൾ യഥാർത്ഥ സത്ത് എന്താണെന്നറിയും. അപ്പോൾ സത്ത് അല്ലാത്തതിനെ വേഗം തിരിച്ചറിയാനാകും. നമ്മൾ സത്സംഗങ്ങളിൽ നമ്മൾ സാധകരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിനെക്കുറിച്ചും ബോധത്തെക്കുറിച്ചും ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗുരുജിയുടെ രചനകളെക്കുറിച്ചും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു സത്സംഗം, ഓരോ സാധകരുടെ കൂടെയുള്ള ഈ ഒരു കൂട്ടായ്മ നമ്മളെ ആഴത്തിൽ ചിന്തിക്കുവാനും അതുപോലെ തന്നെ കൂടുതൽ നമ്മളെ ആ ഒരു ബോധത്തെ ഉണർത്തുവാനും സഹായിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സത്തല്ലാത്തതിനെ തിരിച്ചറിയാൻ തുടങ്ങും. അതായത് സത്തല്ലാത്തത് എന്ന് പറയുമ്പോൾ അത് ബാഹ്യമായിട്ടല്ല നിലനിൽക്കുന്നത്. എൻ്റെ ചിന്തകളിൽ സത്തല്ലാത്തത്, അതായത് എനിക്ക് വേണ്ടാത്ത എൻ്റെ ചിന്തകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ അറിയാതെ നമ്മളിൽ സച്ചിന്തകൾ ഉണ്ടാകും. നമ്മളുടെ ചിന്തകളെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ നമ്മളിലെ ഏത് തരത്തിലുള്ള ചിന്തകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ ഏത് തരത്തിലുള്ള ഒരു വാസനയാണ് നമ്മളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ഏതെല്ലാം വിഷയങ്ങളിലാണ് എനിക്ക് കൂടുതൽ ആസക്തി ഉള്ളത്, ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് എന്നിൽ കൂടുതൽ അധികരിച്ച് നിൽക്കുന്നത്, അതെന്തുകൊണ്ടാണ് എന്നിൽ അത് കൂടുതൽ അധികരിച്ച് നിൽക്കുന്നത്, ഇത്തരം നമ്മളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും. നമ്മളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾക്ക് പുറമേ ആരെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാൻ സമയമുണ്ടാവുകയുമില്ല. പുറമേക്കുള്ള ആരെക്കുറിച്ച് നമ്മൾക്ക് പറയുവാനും സമയമുണ്ടാവുകയില്ല. കാരണം നമ്മളുമായിട്ടുള്ള ഒരു നേർക്കുനേരെയുള്ള ഒരു ഏറ്റുമുട്ടലല്ല, അതൊരു ആത്മഭാഷണം എന്ന് തന്നെ പറയാം. അതായത് ഞാനുമായിട്ട് സംവേദിക്കുന്നു, ഞാൻ എന്നെ തിരിച്ചറിയുന്നു, ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞാൻ വേറെ ഒരു സൗഹൃദങ്ങൾക്കുപരിയായിട്ട് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഒരു മിത്രമായിരിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എത്ര നല്ലതായിരിക്കും. അപ്പോൾ പലപ്പോഴും സാധകർ അധികം ആശയവിനിമയം ചെയ്യുന്നില്ല എന്നുള്ളതോ, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഭൗതികതയിൽ അധികം നമ്മൾ ഇറങ്ങി നിന്ന് നമ്മൾ ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളതും പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ കൂടെയുള്ളവരിൽ നിന്നുമൊക്കെ നമ്മൾക്ക് പലപ്പോഴും കേട്ടിട്ടുള്ളൊരു പരാതിയാണ്. കാരണം നമ്മളിൽ അത്രയും രമിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് അനുയോജ്യമല്ലാത്ത സത്തല്ലാത്ത കാര്യങ്ങളിൽ നിന്നും നമ്മൾ അറിയാതെ തന്നെ നമ്മളിലൊരു വിടുതൽ ഉണ്ടാകും. അത് നമ്മളിലേക്കുള്ള യാത്ര തന്നെയാണ്. അവിടെ നമ്മൾ ആനന്ദത്തോടെ ഇരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഗുരുജിയുടെ അവസാനത്തെ, അതായത് ഈ ഒരു 9 രചനകളിൽ കൂടി പോകുമ്പോൾ 8ാമത്തെയും 9ാമത്തെയും, അതായത് ധ്യാനകഥയും വൃത്തത്തിലെ ശൂന്യതയും, അതാണ് നമ്മുടെ കോർ ടോപ്പിക്. അതിലോട്ട്, ആ വൃത്തത്തിലെ ശൂന്യതയിലോട്ട് എത്താനാണ് നമ്മൾ ഈ ഒരു 8 രചനകളെക്കുറിച്ചും പറഞ്ഞത് എന്നത് തന്നെയാണ് അതിൻ്റെ സത്യം. ധ്യാനകഥ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പല ദിവസത്തെയും നമ്മളുടെ സംശയങ്ങൾ, നമ്മളുടെ സാധകരുടെ സംശയങ്ങൾ തന്നെയാണ് ധ്യാനകഥയായിട്ട് ഗുരുജി പറയുന്നത്. പക്ഷെ അതിലെല്ലാം അവസാനമായിട്ട് പറയുന്ന ഒരു കോറായിട്ടുള്ളൊരു ലെസൺ നമ്മൾക്ക് കാണും. ഒരു ഗുരുവും ഒരു ശിഷ്യനും ആയിട്ടുള്ള സംഭാഷണങ്ങളായിട്ട് ശിഷ്യനൊരു സംശയവുമായിട്ട് ഗുരുവിൻ്റെ അടുത്ത് വരുന്നു.
ഗുരു അതിന് പതിയെ പതിയെ ഉദാഹരണങ്ങളിൽ കൂടി ശിഷ്യന് മറുപടി നൽകുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ധ്യാനകഥ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് അവസാനം ഗുരു പറയുന്നൊരു ആൻസർ ഉണ്ട്. ഓളത്തെ കാണുമ്പോൾ വെള്ളത്തെ മറക്കരുത്, മറന്നാൽ ആഴം മറന്നു പോകും. അതായത് നമ്മൾ ഒരു തടാകത്തെ നോക്കുന്നു, ആ തടാകത്തിലെ ഓളങ്ങളെ നോക്കുന്നു. ആ ഓളങ്ങളെ നോക്കി നമ്മൾ ആസ്വദിക്കുമ്പോൾ അതേസമയം ആ ഓളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ആ വെള്ളത്തിൽ നിന്നാണ് എന്നുള്ളതും, നമ്മളതിനെ കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു തടാകം അതൊന്നായിട്ട് നിൽക്കുന്ന ഒരു പ്രതിഭാസം. അതായത് നമ്മുടെ ഇതിനൊരു ആന്തരികമായിട്ടുള്ളൊരു വസ്തുത എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ നോക്കുക. ഇത്രയും രചനകൾ നോക്കുമ്പോൾ ഇവിടെ ഒരിടത്തും ഈശ്വരനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഈ ബിംബങ്ങൾ ഒന്നും പറയുന്നില്ല. കാരണം ബിംബങ്ങളെല്ലാം നമ്മൾക്ക് അത് സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ആന്തരികമായിട്ടുള്ള തന്നെ അറിയുവാൻ വേണ്ടിയാണ്. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ തൻ്റെ മനസ്സിനെ ഓരോ നിമിഷവും നമ്മൾ കാണുമ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഓരോ നിമിഷവും നമ്മൾ കാണുമ്പോൾ അടിയിൽ നിന്ന് ആ ഒരു ഇംപ്രഷൻസ് നമ്മളിത് സാധന ചെയ്യുമ്പോൾ നമുക്കറിയാം. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ സാധന ചെയ്യുമ്പോൾ കുത്തൊഴുക്കായിരിക്കും, നമ്മൾക്ക് ചിന്തകളുടെ ഒരു കുത്തൊഴുക്ക്. ഒന്നൊന്നായിട്ട് നമ്മൾ ഇത്രയും നാളില്ലാത്ത എല്ലാ ചിന്തകളും വന്നു പോയി നമ്മൾ വികാരാധീനരായി കണ്ണുനീർ പൊഴിച്ച് വലിയ ആ ഒരു ഭാവാദികളിൽ നമ്മൾ നിൽക്കും. അത് കൊഴിഞ്ഞ് ആ ചിന്തകൾ കൊഴിഞ്ഞ് പോകുമ്പോൾ മനസ്സ് ഒഴിഞ്ഞ പാത്രമാവുമ്പോൾ മനസ്സൊഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു തലത്ത് ഉണ്ടാകുന്ന ആ ഒരു നിശ്ചലതയുണ്ട്. ആ ഒരു ശൂന്യതയുണ്ട്. ആ ഒരു ശൂന്യതയിൽ തന്നെയാണ് ആ ഒരു സൈലൻസ് നമ്മൾ അനുഭവിക്കുന്നത്. അതായത് നമ്മളെ തന്നെ നമ്മൾ കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു നിശബ്ദത, ഒന്നും പറയാനില്ലാതെ ഒരു ഒഴിഞ്ഞ പാത്രമായിട്ട് നിൽക്കുന്ന ആ ഒരവസ്ഥ. സുപ്രധാനമായിട്ടുള്ള ഗുരുജിയുടെ രചന അതായത് ഇത്രയും വർഷത്തെ ഗുരുജി 20-25 വർഷമായിട്ട് ഗുരുജി ഒരു കൊച്ചു കുഞ്ഞിന് ആദ്യം ദ്രവരൂപത്തിൽ ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ ചെറുതായിട്ട് സോളിഡായിട്ട് കൊടുത്തു പോയി. അതായത് അഹങ്കാരത്തിലും മനസ്സിലും മാത്രം വർത്തിച്ച നമ്മൾക്ക് ഒരു ഗുരു ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് അറിയുകയില്ല. ഇപ്പോഴും നമ്മൾക്കറിയില്ല. പക്ഷെ നമ്മൾക്ക് ആ ഒരു ചെറുതായിട്ട് തന്ന ക്യാപ്സൂൾ, ശൂന്യമായ വാക്കുകൾ, അഹങ്കരിക്കൽ, തോരാത്ത പ്രണയമഴ, ആത്മഭാഷണം, ഈ ഓരോ രചനകളിൽ കൂടി അവസാനം ഗുരുജി വന്നെത്തി നിൽക്കുന്നത് 300-ൽ കൂടുതൽ രചിച്ച വൃത്തത്തിലെ ശൂന്യത എന്നുള്ള ആ ഒരു രചനയിൽ കൂടിയാണ്. അത് മാത്രമേ ഉള്ളൂ ഒരു സാധകന് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം. ഈ സാധനയുടെയും നമ്മൾ ചെയ്യുന്ന സാധനയുടെയും സത്സംഗത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും ഒരു എൻഡ് കോറെന്ന് പറയുന്നത് ആ വൃത്തത്തിലെ ശൂന്യത. വൃത്തം, നമ്മളെല്ലാവരും വൃത്തത്തിലാണ് നിൽക്കുന്നത്. ഞാനെന്ന് സൃഷ്ടിച്ച ആ ഒരു സെന്റർ ഉള്ളപ്പോൾ, കേന്ദ്രമുള്ളപ്പോൾ വൃത്തവും ഉണ്ടാവും. എൻ്റെ കേന്ദ്രം എത്രമാത്രം ചുരുങ്ങിയതായിരിക്കുമോ അത്രയും ആ വൃത്തവും ചുരുങ്ങിയിരിക്കും. അപ്പോൾ ആ ഓരോ വൃത്തത്തിലെ ശൂന്യതയും ഓരോ വിഷയവും ആ തന്നിൽ നിലനിൽക്കുന്ന ആ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള ആ ഒരു വിമുക്തിയാണ് ഒരു സാധകന് നൽകുന്നത്. ശൂന്യതയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഓരോ വൃത്തത്തിലെ ശൂന്യതയും. ഇനി ഗുരുജി പറയാത്ത വിഷയങ്ങളില്ല.
പലപ്പോഴും ഞാൻ പല വിഷയങ്ങളും ഗുരുജി ക്രമത്തിനെ കുറിച്ച് എഴുതാമോ, അനുഗ്രഹത്തെ കുറിച്ച് എഴുതാമോ, അതൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ, വാക്ക്, ഇങ്ങനെ പല പല കാര്യങ്ങളും എന്നിൽ പല സമയവും തോന്നുന്ന വാക്കുകൾ പല സമയം തോന്നുന്നത് അനുഭവം. കഴിഞ്ഞ ദിവസം തോന്നിയൊരു കാര്യമാണ് അനുഭവം. ഇത്രയും നാൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അനുഭവമാണ്, ഇതെൻ്റെ അനുഭവമാണ്, അതൊരു വലിയ അഹങ്കാരമാണ് എന്ന് അങ്ങനെ ഒരു പെട്ടെന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഗുരുജിയോട് ചോദിച്ചത്, ഗുരുജി വൃത്തത്തിലെ ശൂന്യതയിൽ അനുഭവത്തെക്കുറിച്ച് എഴുതാമോ. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കുന്നത് മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു അഹങ്കാരമാണ് അനുഭവം. സാധനയിൽ കൂടി എനിക്ക് വന്ന അനുഭവം, അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് നമുക്ക് വന്ന അനുഭവം, ഇതിലെല്ലാം നമ്മൾ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ്. അതിനപ്പുറം നമ്മൾ പോകാൻ തയ്യാറാകുന്നില്ല. 20 വർഷം മുമ്പുള്ള അനുഭവത്തെ ഇപ്പോഴും നമ്മൾ പേറി നടക്കുകയാണ്. അതേ കാര്യങ്ങൾ, അതേ ആശയങ്ങൾ, അതേ വാക്കുകൾ. അപ്പോൾ എല്ലാ വാക്കുകളും മനസ്സിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ നമ്മൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തും. ഏറ്റവും അധികം എനിക്ക് നമ്മൾ ഒന്നുമല്ലാതായി പോയ ഒരു കാര്യമാണ് വൃത്തത്തിലെ ശൂന്യതയിലെ ഞാൻ എന്ന ചിന്ത. അഹങ്കാരത്തെക്കുറിച്ചറിഞ്ഞു, മനസ്സിനെ കുറിച്ചറിഞ്ഞു, പക്ഷെ ഞാൻ എന്നുള്ളതൊരു ചിന്തയാണെന്നുള്ളതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു അറിവായിരുന്നു. ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം, ഞാനെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പേര്, പിന്നെ നമ്മുടെ ഭർത്താവിൻ്റെ പേര്, മക്കളുടെ പേര്, മാതാപിതാക്കളുടെ, പിന്നെ ഇനി നമുക്ക് വേണ്ടുന്നവരുടെ, അല്ലെങ്കിൽ നമ്മൾ ഏത് അവസ്ഥയിൽ നിൽക്കുന്നു, നമ്മുടെ ഔദ്യോഗിക പദവി, ഇങ്ങനെ ഒരു കൂട്ടം ഭണ്ഡാരങ്ങളുമായിട്ട് ചുമന്നാണ് നമ്മൾ ഈ ഞാനിനെ കൊണ്ടു കിടക്കുന്നത്. യഥാർത്ഥ ഞാൻ അവിടെ നിൽക്കുകയും ചെയ്യുന്നു. ഞാനിനെ ഞാൻ കണ്ടിട്ടേയില്ല. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ പിന്നെ നമ്മൾക്ക് എന്ത് അസ്തിത്വമാണ് ഉള്ളത്? അപ്പോൾ നമ്മൾ അങ്ങനെ ജീവിക്കുക, നമ്മളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ പോകുക, അത്രമാത്രമാണ്. ഇവിടെ കൊണ്ടുപോകാനും ഒന്നുമില്ല, ഇവിടെ ശേഖരിക്കാനും ഒന്നുമില്ല. പരിപൂർണമായിട്ടുള്ളൊരു ശൂന്യത അത്രമാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സൗഹൃദത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കൊരു വരി, എനിക്ക് ഉപയോഗമില്ലാത്ത ബന്ധമാണ് യഥാർത്ഥ ബന്ധം. നമ്മൾ എല്ലാ ബന്ധങ്ങളിലും നമ്മൾ ഓരോ പ്രയോജനങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നമ്മൾ പല ഉപകാര സ്മരണകൾ കൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാ ബന്ധങ്ങളിലും നമ്മൾ എന്തെങ്കിലും ഇന്നത് കൊണ്ടാണ് ഇന്ന ബന്ധം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്തത് ഇതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്തതാണ് യഥാർത്ഥ ബന്ധം. അങ്ങനെ നമ്മൾക്ക് എത്ര ബന്ധമുണ്ട്, അവിടെയാണ് ആ ഒരു പ്രണയത്തിൻ്റെ അർത്ഥം, വ്യാപ്തി അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ തത്വചിന്ത, തത്വബോധം, തത്വചിന്തയിൽ ഊന്നി നിൽക്കുന്ന നമ്മൾ, അത് നമ്മളിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ആ തത്വബോധം ഉണ്ടാവുന്നത്. അതുപോലെ ഇനി വരാൻ പോകുന്ന കുറേ വൃത്തത്തിലെ ശൂന്യത, ഞാൻ തന്നെ പറഞ്ഞ കുറേ ടോപ്പിക്സ് ഉണ്ട്. ഓർഡർ, ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. കുറച്ച് രാവിലെ എഴുന്നേൽക്കുന്നു, കൃത്യസമയത്ത് എണീക്കുന്നു, ഓഫീസിൽ കൃത്യസമയത്ത് പോകുന്നു, വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തുന്നു, അപ്പോൾ ഞാനൊരു ക്രമമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഊർജം ശോഷിച്ച് നമ്മൾ പരിക്ഷീണരായി നിൽക്കുന്നു? കാരണം ആ ഉറക്കത്തിൽ ഈശ്വരൻ അല്ലെങ്കിൽ ആ ബോധം നമ്മൾക്ക് തരുന്ന ഒരു അനുഗ്രഹമുണ്ട്. എല്ലാ ദിവസവും അടുത്ത ദിവസം ഉറക്കമുണരുമ്പോൾ നമ്മൾ ഫ്രഷാണ്. കാരണം നമ്മൾ എത്ര ഡിസോർഡർലി ആയിട്ട് ജീവിച്ചു ആ ദിവസം, ആ രാത്രി ബ്രെയിൻ തന്നെ തനിയെ അഴിച്ചു പണി നടന്ന് എല്ലാം ക്രമമാക്കി കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമാണ് അടുത്ത ദിവസം നമ്മൾക്ക്, അല്ലാതെ നമ്മുടെ ശരീരത്തിന് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ദിവസങ്ങൾ നമ്മുടേത് നന്നായിട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ആ ക്രമം, അങ്ങനെ ആ ഒരു ഗുരുജിയുടെ എല്ലാ രചനകളും നോക്കുമ്പോൾ, ഇനി തിരികെ നമ്മൾ നോക്കുമ്പോൾ ഓരോ രചനകളും നമ്മൾക്ക് കാണുമ്പോൾ ആ നിരീക്ഷകൻ എന്ന തലത്തിൽ നിന്ന് വേണം നമ്മൾക്ക് അതിനെ എല്ലാം കാണാൻ. അതായത് നിരീക്ഷകൻ കാണുമ്പോൾ അവിടെ നിരീക്ഷണം മാത്രമേ നടക്കുകയുള്ളൂ. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഐ ആം സെൽഫിഷ്, എന്നിൽ സ്വാർത്ഥതയുണ്ട്,
എന്ന് നമ്മൾക്ക് തിരിച്ചറിഞ്ഞാൽ, ഇല്ല, സ്വാർത്ഥതയില്ലാത്തൊരു വ്യക്തിയായി ഞാൻ മാറണം എന്ന് നമ്മൾ ചിന്തിക്കും. അവിടെ തീർച്ചയായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. നമ്മളൊരു നന്മ മരമായിട്ട് ആകാൻ ശ്രമിക്കുന്നു. എല്ലാ ശ്രമങ്ങളും കോൺഫ്ലിക്റ്റ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ എന്നിൽ സ്വാർത്ഥതയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളത് നിരീക്ഷകൻ കാണേണ്ടത് ഞാൻ സ്വാർത്ഥതയാണ് എന്നതാണ്. എന്നിൽ അല്ല, ഞാൻ സ്വാർത്ഥതയാണ് എന്ന് കാണണം. എനിക്ക് ദേഷ്യം വരുന്നു എങ്കിൽ ഞാൻ ദേഷ്യമാണ് എന്ന അവസ്ഥ, അതായത് എന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ദേഷ്യം മാത്രമാണ്. ദേഷ്യമായി ഞാൻ മാറുന്നു, സ്വാർത്ഥമായി ഞാൻ മാറുന്നു. ഈ ഒരു അവസ്ഥയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ അറിയില്ല യഥാർത്ഥത്തിൽ, കാരണം നമ്മൾ അതിലോട്ട് പോകുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു രചനയിൽ കൂടി തീർച്ചയായിട്ടും പരിണാമം ഉണ്ടാകുക തന്നെ ചെയ്യും, അത് മാറ്റമില്ല. അതുപോലെ തന്നെ ഗുരുജി ഒരിക്കലും നമ്മൾ ദുഃഖിതരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും പല സാധകരും പറയുന്നൊരു കാര്യമാണ് ദുഃഖം എന്ന് പറയുന്നത് തീവ്രമായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ദുഃഖങ്ങളല്ല പറയുന്നത്. അത് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ പോകണം, അറിഞ്ഞുകൊണ്ട് തന്നെ പോകണം, അതിൽ കൂടി അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കടന്നു പോകണം. പക്ഷേ പല സമയങ്ങളും പല ദിവസങ്ങളിലും നമ്മൾ അസ്ഥാനത്ത് പല സമയത്തും ദുഃഖിക്കാറുണ്ട്. ഒരിക്കലും ഗുരുജി അത് എൻകറേജ് ചെയ്യുന്നില്ല. ഒരിക്കലും അത്തരം ചോദ്യങ്ങൾക്ക് ഗുരുജിയിൽ നിന്ന് നമ്മൾക്ക് മറുപടി ലഭിക്കുകയുമില്ല. ബിക്കോസ് ലവ് ഹാസ് നോ സോറോ. ഒരു പ്രണയത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ദുഃഖമില്ല എന്നത് തന്നെയാണ് സത്യം. അപ്പോൾ ആ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സന്തോഷഭാവം, നമ്മളൊരു പ്രസന്നത നമ്മളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ, പ്രസന്നമായൊരു ചിത്തം നമ്മളിൽ കുറഞ്ഞപക്ഷം സംജാതമാവുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ പ്രവൃത്തികളെ, ചിന്തകളെ തീർച്ചയായിട്ടും അഴിച്ചുപണി നടത്തേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ഗുരുജി എനിക്ക് നൽകിയ ഒരു ഉപദേശം, ഏതോ ഒന്ന് ചോദിച്ചപ്പോൾ നൽകിയ ഒരു ഉപദേശത്തിൽ കൂടി ഈ ഗുരുജിയുടെ ഈ ഒരു രചനയെക്കുറിച്ചുള്ള സംഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഞാൻ ഗുരുജിയെ കണ്ടുമുട്ടിയത് ഈ ഒരു 4-5 വർഷമാകുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ സാധകരും 20-25 വർഷത്തോളമായിട്ട് ഗുരുജിയുടെ കൂടെ നടക്കുന്നവരാണ്. അപ്പോൾ മിക്കവാറും എല്ലാ സാധകരോടും ഞാൻ ഈ ഒരു രചനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാ സാധകരും എന്നെ സഹായിച്ചിട്ടുണ്ട്. അവരോടെല്ലാവരോടും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. എല്ലാ സാധകരും എന്നെ ആ രചനകളെല്ലാം അവരെ ഏതെല്ലാം രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പല രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞു സാധകനായ ഷിംജിത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗുരുജിയുടെ രചന എഴുതുമ്പോൾ ഗുരുജി എഴുതിക്കൊണ്ടേയിരിക്കും, മൊബൈലിന് കൂടി വളരെ വേഗത്തിൽ എഴുതിക്കൊണ്ടിരിക്കും. അതേസമയം എന്തെങ്കിലും ചോദ്യം ചോദിച്ചാലും അതിനും മറുപടി നൽകിക്കൊണ്ടിരിക്കും. അത്ര ദ്രുതഗതിയിലാണ് ഗുരുജി ചെയ്യുന്നത് എന്നത്. അപ്പോൾ ഗുരുജി നിൽക്കുന്ന തലം ഈ രചനകളെ ഒന്ന് പറയുവാനായിട്ടുള്ളത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഈ രചനകൾ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കിത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ തലമുറകളോളം ഇത് പലരും പുകഴ്ത്തി വലിയ ഡീപ്പായിട്ടുള്ള ചർച്ചകൾ നടത്തേണ്ടുന്ന ഓരോ രചനകളും ഡീപ്പായിട്ടുള്ള ചർച്ചകൾ നടത്തേണ്ടുന്ന വരികളാണ്. അത്രയ്ക്ക് ഉദാത്തമായിട്ടുള്ള വളരെയധികം ഹൈലി കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള രചനകളാണ് ഈ രചനകൾ ഓരോന്നും. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ലൈവായിട്ട് നമ്മൾ ഗുരുജിയെ ഈ ജന്മത്തിൽ ലൈവായിട്ട് ഗുരുജിയെ കാണുകയും ഗുരുജിയുടെ കൂടെ തന്നെ ആ രചയിതാവിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾക്ക് ഉപദേശവും കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജന്മമാണ് നമ്മുടേത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ, അറിഞ്ഞാൽ തന്നെ നമ്മൾ അതിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിച്ചു തന്നെ പോകണം. അവസാനമായിട്ട് ഈ ഒരു വരികൾ എനിക്ക് ഗുരുജി നൽകിയ ഏതോ ഒരു ചോദ്യത്തിന് നൽകിയ ഈ ഒരു വരിയിൽ കൂടി ഈ ഒരു സത്സംഗം അവസാനിപ്പിക്കുകയാണ്.
ആശയം ശേഖരിക്കൽ അല്ല ആത്മീയത. നിരീക്ഷണത്താൽ സ്വയം മാറി ആ മാറ്റം അനുഭവിക്കലാണ് ആത്മീയത. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.